നീറ്റ് 2025 നമ്മൾ ടോപ്പർ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MBBS ഉറപ്പിച്ചിരിക്കുന്ന അല്ലെ 600+ ഒക്കെ സ്കോർ ചെയ്ത ആളുകളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ള അമീൻ ഫഹാനാണ്. അമീൻ, എന്താണ് പറയാനുള്ളത്? എങ്ങനെ തോന്നുന്നു? റിപ്പീറ്റർ ആയിരുന്നു അമീൻ എന്ന് പറയുന്നത്. അമീൻ +2 കഴിഞ്ഞ് ഫസ്റ്റ് റിപ്പീറ്റ് അല്ലേ ഈ പറയുന്നത്? അതെ. +2 എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ ചെറുകുളം കക്കോടി. കക്കോടിയാണ്. അവിടെ നിന്നാണ്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഹോസ്റ്റലിലായിരുന്നു ഒരു ഈ പറയുന്ന 1 ഇയർ പഠിച്ച്. എനിക്ക് അമീൻ്റെ ഹോസ്റ്റൽ എല്ലാവരും 580+ 570+ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളാണ്. എല്ലാവരും MBBS ഉറപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള ആളാണ്. വൺ ഓഫ് ദി ടോപ്പറാണ് അമീൻ എന്ന് പറയുന്നത്. അമീൻ, എന്ത് തോന്നുന്നു? നീറ്റ് 2025 എക്സാം ഡേ, ആ ഡേ ഒക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അന്നത്തെ ദിവസം പെട്ടെന്ന് ഒരു നല്ലൊരു ദിവസമായിട്ടല്ല ഫീൽ ചെയ്തത്. കാരണം നമ്മളൊരു നല്ലൊരു സ്കോർ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ എക്സാം ഒരു ടഫായി. അത് കാരണം പക്ഷെ എന്നാലും സന്തോഷാണ്. ഒരു MBBS സീറ്റ് ഉറപ്പിച്ചു. അതിന്റെ ഒരു സന്തോഷം. എവിടെ നിന്നാണ് അമീൻ തുടങ്ങിയത്? ഫിസിക്സ് ആയിരുന്നു, കെമിസ്ട്രി ആയിരുന്നു, ബയോളജി ആയിരുന്നു? എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ പൊതുവെ ബയോളജിയാണ് ആദ്യം ചെയ്തത്. അതൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നല്ലോ ബയോളജി ചെയ്തുകൊണ്ട്. ബയോളജി പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റി. കെമിസ്ട്രിയും ഏകദേശം ഒരു സാധാ ഞാൻ എടുക്കുന്ന അതേ സമയത്ത് തന്നെ തീർത്തു. പിന്നെ ഫിസിക്സിൽ എത്തിയപ്പോഴാണ് കുറച്ച് ടെൻഷൻ അടിച്ചത് തുടങ്ങിയത്. ബയോളജി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മോക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് നമ്മള് മോക്കില് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അത്രയും ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്ട്രീം തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഈ പ്രിപ്പറേഷൻസിനെ കുറിച്ചൊന്ന് ചോദിക്കുകയാണ് ഏറ്റവും വെച്ചിട്ട്. എങ്ങനെയായിരുന്നു, അതായത് ഈ പറയുന്ന ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് എന്ന് എടുക്കാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട്. അതിനെന്തായിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്? DPP തന്നെയായിരുന്നു? എങ്ങനെയായിരുന്നു അത്? DPP ആദ്യം ഫുൾ ആയിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. NCERT കവർ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് DPP എക്സസൈസും തന്നെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ ഓൺലൈൻ ഡേ ഓഫ്ലൈൻ ഡേ ബാലൻസ് ചെയ്ത്? ഓൺലൈൻ ഡേ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടായിരുന്നു ഓഫ്ലൈൻ ഡേയിലേക്ക് പോകാറുണ്ട്? ഒരു ദിവസം ഓൺലൈനിൽ നമ്മളെ ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തറവ് ചെയ്യും. പിറ്റേന്ന് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, ഡൗട്ട് ഉള്ളത് ഡൗട്ട് സോൾവ് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു ഈ പറയുന്ന കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ, കെമിസ്ട്രിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ NCERT വേണ്ട ഓർഗാനിക് ഇനോർഗാനിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? മീൻസ് DPP കൂടാണ്ട് അതും ചെയ്യുമായിരുന്നു? ഇനോർഗാനിക് നിർബന്ധമായിട്ട് ഞാൻ NCERT ആണ് മെയിനായിട്ട് ഫോളോ ചെയ്തത്. DPP ഉണ്ട്. DPP കൂടാതെ ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ NCERT വെച്ചിട്ടാണ് ക്ലിയർ ചെയ്തത്. അത് ആഡ് ചെയ്യുമായിരുന്നു. നോട്ട്സിനൊക്കെ കൂടുതൽ DPP തന്നെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ബയോളജിയും NCERT നന്നായിട്ട് ഈ പറഞ്ഞ ഇൻട്രോ പോർഷൻ ഒക്കെ നമ്മൾ നോക്കണമെന്നൊക്കെ ക്ലാസ് റൂമിൽ സമ്മറിയും ഇൻട്രോ ഒക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതവണ ഓറിയന്റേഷനിൽ പറയുന്നത് അത് ചെയ്യുമായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് നീറ്റിന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത് ഡെഫിനറ്റ്ലി. അപ്പം ഈ സിലബസ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ 6 months കഴിഞ്ഞുള്ള 3 months ആണ് റിവിഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? LMRP വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്ത പുതിയ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കിട്ടി. നമുക്ക് മിസ്സായ ടോപ്പിക് അവിടെ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം 2 days ആ പഠിക്കാൻ തന്ന സമയം പിന്നെ എക്സാം ആയിരുന്നു. ആ 2 days നന്നായി ബാക്ക്ലോഗ്സ് ഒക്കെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ പോർഷൻസ് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത്, പിന്നെ ഏതെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് LMRP മെയിൻ ആയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ കൂടെ തന്നെ കുറെ കോൺസെപ്റ്റ് അതിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് മോക്ക് എക്സാമും അത്രത്തോളം എഴുതിയത് കൊണ്ട് നിങ്ങളെ അത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോക്ക് നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എക്സ്ട്രീമില് മോക്ക് എക്സാമും എഴുതിയിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്തിരുന്നു. ഒരുപാട് മോക്ക് എഴുതി. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് മോക്കത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് നീറ്റ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് മോക്കെന്നാണ് കിട്ടിയത്. എനിക്ക് തോന്നി എഴുതാൻ പറ്റാതെ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഈ അഡ്വാൻസ് ലെവലുള്ള പ്രോബ്ലംസ് ആണ്. ആർക്കും എക്സാം ആളിൽ 1 minute കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളേ ആയിരുന്നില്ല പല ചോദ്യങ്ങളും. പക്ഷേ ഇത് കോമ്പറ്റേറ്റീവ് എക്സാമാണ്. മാർക്കിനേക്കാൾ കൂടുതൽ കട്ട് ഓഫ് ആണ് തീരുമാനിക്കുന്നത്. ആ കട്ട് ഓഫ് എന്തായാലും നല്ല രീതിയിൽ ക്രോസ് ചെയ്ത് എന്തായാലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നൊക്കെ ഉറപ്പിച്ച് തന്നെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണ് അമീൻ ഫർഹാൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ 3 സബ്ജക്റ്റിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്ട് ഏതായിരുന്നു ഉണ്ടായിരുന്ന കൂട്ടത്തിൽ? ഫിസിക്സ് ആണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഇതായിട്ട് ഫീൽ ആവില്ല. എപ്പോഴും ഞാൻ ഫിസിക്സിലാണ് എനിക്ക് മാർക്ക് പോകാറുള്ളത്. പിന്നെ അത് കുറെയൊക്കെ ഞാൻ ചെയ്ത് മാക്സിമം നല്ല സ്കോറിലേക്ക് എത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫിസിക്സ് ആണ് ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തിരുന്നതെന്ന് പറയാം. അതിലേക്ക് ഏറ്റവും കൂടുതൽ DPP തന്നെ വെച്ചിട്ടാണ്? DPP ഫുൾ ആയിട്ട് എന്തായാലും കവർ ചെയ്യായിരുന്നു. റിവിഷൻ ടൈമിൽ DPP ഒന്നുകൂടി ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എത്ര തവണയെങ്കിലും ഏകദേശം DPP വായിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്ററിന്റെ ഒരു മൊത്തത്തിൽ? ഇപ്പം GIB വരുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന ആദ്യത്തെ റൗണ്ട് ഉണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ഡേ ഉണ്ട്, GIB ഉണ്ട്, LMRP ഉണ്ട്. ഏകദേശം എത്ര തവണ കവർ ചെയ്തിട്ടുണ്ട് അമീൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ചാപ്റ്റർ? ഏകദേശം ഫസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിന്റെ ഇടയിൽ എന്തായാലും കവർ ചെയ്യും. പിന്നെ ഓരോ GIBക്കും സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ഫുൾ ആയിട്ട് ഒന്നുകൂടി
എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോയിരുന്നു. ഏകദേശം ഒരു 3-4 വട്ടം എന്തായാലും ഞാൻ DPP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് DPP ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ തരുന്ന കളേർഡ് മെറ്റീരിയൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഒരു ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ ഒരു DPP എന്നുള്ള രീതിയിൽ നമ്മൾ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസ് ലെവലായിട്ട് കവർ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ അഡ്വാൻസ് DPP ഇത്തവണ എക്സ്ട്രാ ആയിട്ട് നീറ്റിന് വേണ്ടി മാത്രമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് NCERT ആ ചാപ്റ്ററിലെ ഒരു പേജ് NCERT കഴിഞ്ഞാൽ ഒരു പേജ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഒരു NCERT ക്രാക്കർ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇത്തവണ തരുന്നുണ്ട്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ലൈക്ക് ഞാൻ അമീനോട് ചോദിക്കുന്നത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചെറിയ പാഠങ്ങളൊക്കെ ചില ആളുകൾ പറയത്തില്ലേ തുടങ്ങുന്നതിന് മുമ്പേ പ്രിപ്പറേഷൻ, പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മിത്ത്, ഏതെങ്കിലും ഒരു പാഠം തോന്നിയിട്ടുണ്ടോ? ഫിസിക്സിൽ ഫ്ലൂയിഡ്സ് ഒരു ഞാനൊരു ഭയങ്കര ടഫായിട്ടാണ് അത് കണ്ടിരുന്നത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പം കുറെ ഒക്കെ എളുപ്പമായിട്ട് ഫീൽ ആയി. കെമിസ്ട്രിയിൽ ഓർഗാനിക് ഒക്കെ അങ്ങനെ ഇനോർഗാനിക് ആണ് ഈ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. പിന്നെ ഓരോ കോഡ്സ് ഉണ്ടാക്കിയിട്ട് ഇനോർഗാനിക് ഈ ഓർഡറും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇനോർഗാനിക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നീറ്റ് ഇപ്പോൾ കഴിഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് വേണ്ട എന്ന് തോന്നിയ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ഫിസിക്സ് ഒഴിവാക്കിയാൽ നല്ലതാണ്, കെമിസ്ട്രി, ബയോളജി മതി, സന്തോഷമായിട്ട് പോകാം എന്നുള്ളിടത്താണുള്ളത്. ഇനി അടുത്ത ലൈക്ക് കമ്മിങ് ടു ഈ പറയുന്ന നീറ്റ് പ്രിപ്പറേഷൻ തന്നെയാണ് ഞാൻ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പം റിപ്പീറ്റേഴ്സ് വരാൻ വേണ്ടി പോവാണ്, ഇനി +2 കുട്ടികൾ ഇത് കാണുന്നുണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് അടുത്ത വർഷത്തെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവണമെന്നില്ല, ഡിഫിക്കൽട്ട് ആയത് തന്നെ കട്ട് ഓഫ് കുറയുന്നേ ഉള്ളൂ. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ അതിന് ട്രസ്റ്റ് ദ പ്രോസസ്. DPP NCERT വിട്ട് വേറൊരു കളിയും വേണ്ട. NCERT തന്നെ മാക്സിമം DPP ഇനഫാണ്. DPP പിന്നെ NCERT ഒരിക്കലും കോൺഫിഡൻസ് കൈവിടരുത്. എപ്പോഴും നീറ്റ് ഇപ്പോൾ ടഫാണ്, ഒരു കൊല്ലം ടഫായ അടുത്ത കൊല്ലം ചിലപ്പോൾ എളുപ്പമായിരുന്നു വരും, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ എഫേർട്ട് നമ്മൾ ഇടുക. അത് ചെയ്താൽ തന്നെ സക്സസ് ആവാൻ വേണ്ടി പറ്റും. പാഷനേറ്റ് ആയിട്ട് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് വരാം. അമീനെ പോലെ അടുത്തവണ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അമീനെ എന്തായാലും അടിച്ചു പൊളിക്കുക, മെഡിക്കൽ കോളേജിൽ പോയി തകർക്കണം, മാക്സിമം ഉഷാറാക്കുക. ഒരു ചോദ്യം കൂടി ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, നീറ്റ് 2025 ഒരു സിനിമയാക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ മലയാളത്തിൽ ഏത് സിനിമയുടെ ടൈറ്റിൽ കൊടുക്കും? എന്തെങ്കിലും ഒന്ന് ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചോദിക്കുക, എന്തെങ്കിലും ആലോചിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഒരു നീറ്റ് അപാരത നീറ്റ് അപാരത നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഒരു മെക്സിക്കൻ അപാരത പോലെ ഒരു നീറ്റ് അപാരത അല്ലേ എന്ന് കൊടുക്കാം നമുക്ക്. എന്തായാലും താങ്ക് യു. അപ്പോൾ ഉഷാറാക്കാം, കാണാം. ഇനി നമുക്ക് സൈല അവാർഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സക്സസ് സെലിബ്രേഷൻ ഉണ്ട്, എല്ലാത്തിലും നമുക്ക് അടിച്ചു പൊളിക്കണം. അപ്പം ഓൾ ദി ബെസ്റ്റ് ഗൈസ്, താങ്ക് യു, ബൈ.